നമ്മൾ റിയാക്റ്റിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ കയ്യിൽ ആകെ 2 ഫയൽസ് ഉണ്ടായിരുന്നത്. ഒന്ന് ആപ്പ് ഡോട്ട് ജെഎസ്എക്സും മെയിൻ ഡോട്ട് ജെഎസ്. എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു റിയാക്ട് തുടങ്ങുന്ന സമയത്ത് റിയാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ HTML-നുള്ളിൽ സ്ക്രിപ്റ്റ് ടാഗിലാണ് ജാവാസ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്നത്. റിയാക്റ്റിൽ നേരെ തല തിരിച്ച് ജാവാസ്ക്രിപ്റ്റിന്റെ ഉള്ളിൽ HTML എഴുതാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഫയലിന്റെ എക്സ്റ്റൻഷൻ കണ്ടോ, ഡോട്ട് JSX ആണ്, JS അല്ല JSX ആണ്. ഇവിടെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഫംഗ്ഷൻ എന്നുള്ള കീവേഡ് നമ്മൾ കണ്ടിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റിനകത്ത്. ഒരു ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു കഷ്ണം കൂടി നമ്മളൊരു പേരിട്ട് വിളിക്കാം. ഇവിടെ ഒരു ഫംഗ്ഷൻ ആണ്. എന്താ ഫംഗ്ഷൻ എന്തെങ്കിലും പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ റിട്ടേൺ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. റിട്ടേൺ പറഞ്ഞിട്ട് കൊടുത്തത് ഇവിടെ ഒരു HTML ആണ്. നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എറർ വരും. കാര്യം എന്താ, ലെസ് ദാൻ എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു മീനിങ് ആണ്. ഡിവ് എന്നുള്ളത് ചിലപ്പോൾ ഒരു വാരിയബിൾ ആണെന്ന് വിചാരിക്കും. അപ്പോൾ സ്ട്രിംഗ് ആണ് നമ്മൾ കോഡ്സിലിട്ടൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ എറർ വരും. അപ്പം HTML-നുള്ളിൽ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നതിന് പകരം നമ്മൾ ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ HTML എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു എക്സ്റ്റൻഷൻ കൊണ്ടുവന്നതാണ് ഡോട്ട് JSX എന്നാണ്. മീനിങ് എന്താ വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, HTML എഴുതാൻ പറ്റും. ഇങ്ങനെ ഇവിടെ ഞാൻ എന്താണ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയാണ്. ഫംഗ്ഷന്റെ പേര് കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്യാപിറ്റലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയിപ്പം ഞാൻ ആപ്പ് 1 എന്നാണ് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതിന് നമ്മൾ അപ്പർ ക്യാമൽ കേസ് എന്ന് വിളിക്കും. പേരിലൊന്നും വലിയ കാര്യമില്ല, ഫയലിന്റെ പേരും അത് തന്നെ കേട്ടോ. ഒരു ഫംഗ്ഷൻ ആണ്, വേറൊന്നുമില്ല. പിന്നെ ഒരു കാര്യം ഇവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്ന് കാണുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ട് ഇവിടെ മെയിൻ ഡോട്ട് JSX തുറന്നു നോക്കി. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ഉണ്ട്, ഇതൊന്നും എന്താണെന്ന് മനസ്സിലായതിനും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ ഒരു സാധനം കാണാം, നമ്മൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ഈ ഫംഗ്ഷനെ ഇവിടെ HTML കമ്പണന്റ് കൊടുത്ത പോലെ കൊടുത്തിട്ടുണ്ട്. കമ്പണന്റ് എന്നുള്ള വേർഡ് നിങ്ങളവിടെ മൈൻഡ് ആക്കണം കേട്ടോ. HTML നമ്മൾ ടാഗ് ഉണ്ടാവുമല്ലോ, IMG ടാഗ്, ടൈറ്റിൽ ടാഗ്, ബോഡി ടാഗ്, അതേപോലെ ഒരു ടാഗ് കൊടുത്ത മാതിരി ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെന്താ നമുക്കറിയാം, ഇതൊരു ഫംഗ്ഷൻ ആണ്. വേറൊരു കുഴപ്പം എന്താ, ഈ ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഈ ഫയലിൽ ഇവിടെ ഇല്ല, ഇത് പുറത്തൊരു ഫയലിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഫയലിലുള്ള സാധനത്തിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ, ഇതിപ്പം പ്യുവർ ആയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പോലെ തന്നെ ഉള്ളൂ. വേറെ നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ആകെ എക്സ്ട്രാ ആയിട്ട് വന്നത് ഒരു HTML കണ്ടന്റ് വന്നിട്ടാണ്. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു, JSX-നകത്ത് ജാവാസ്ക്രിപ്റ്റിനുള്ളിൽ നമുക്ക് HTML ഡയറക്റ്റ്ലി എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് കുഴപ്പമൊന്നുമില്ല. എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ ആപ്പ് എന്നുള്ള സാധനം ഇത് ഇതിവിടെ കേട്ടോ, ഇമ്പോർട്ടൊക്കെ പോട്ടെ കേട്ടോ. ഈ ആപ്പ് എന്നുള്ള സാധനം ഇതിലെവിടെയും പറഞ്ഞിട്ടില്ല. അവിടെ നമ്മൾ npm run dev കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തുറന്നിട്ട് അവിടെ ഇൻസ്പെക്ട് കൊടുത്ത് കൺസോൾ തുറന്നു കഴിഞ്ഞാൽ കണ്ടോ, ആപ്പ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് എറർ കാണിക്കുന്നു. ഇതിന്റെ റീസൺ എന്താ, ആപ്പ് എന്നുള്ള സാധനം ഇതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഈ ഒരു ആപ്പ് ഡോട്ട് JSX എന്ന് പറഞ്ഞിട്ടുള്ള ഫയലിനകത്ത് നിന്ന് ഈ മെയിൻ ഡോട്ട് JSX-ലോട്ട് ആപ്പിനെ എടുക്കണമെങ്കിൽ ഈ ആപ്പ് നമ്മൾ പുറത്തോട്ട് കൊടുക്കണം. പുറത്തോട്ട് എടുക്കാൻ നമുക്ക് 2-3 വഴിയുണ്ട്. ഒന്നാമത്തെ വഴി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറയാം. ഈ ആപ്പ് ഡോട്ട് JSX-നകത്തുള്ള ഈ ആപ്പ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ പുറത്തേക്ക് കയറ്റി അയക്കും. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് ഇതിനകത്തോട്ട് ഇമ്പോർട്ട് എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇമ്പോർട്ട് പറയാം, എന്നിട്ട് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുക്കാം, എന്നിട്ട് ഫ്രം ഫയലിന്റെ പേര് നമ്മൾ ഡയറക്റ്റ് ഫയൽ ആയതുകൊണ്ട് തന്നെ ഡോട്ട് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കിടക്കുന്ന ഫോൾഡറിനകത്തുള്ള ഏത് ഫയൽ നമുക്ക് നേരെ ഡോട്ട് സ്ലാഷ് ഇട്ട് പറയാം കേട്ടോ. നമ്മൾ ആപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി, JSX പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനകത്ത് നിന്ന് ഇനി നമുക്ക് എന്തിനൊക്കെ എടുക്കാന്ന് കാണാനായിട്ട് ഇവിടെ കൺട്രോൾ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും കണ്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിങ്ങൾ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഓട്ടോ കംപ്ലീഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ വേറൊരു സാധനം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ എക്സ്പോർട്ട് ഫംഗ്ഷൻ തേങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്മളെ ഡിവിനകത്താക്കിയിട്ട് തേങ്ങ എന്ന് കൊടുക്കുകയാണ്. നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. എന്ത് ചെയ്താൽ മതി, ഇവിടെ തേങ്ങ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോ കംപ്ലീഷൻ വന്നോളും. അപ്പോൾ യൂഷ്വലി നമുക്ക് ഒന്ന് കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ഫയലിനകത്തിന് ഒന്ന് കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യാം. നേരെ മറിച്ച് നമുക്ക് ഒരു സാധനം മാത്രമല്ല, അല്ല ഡീഫോൾട്ട് ആയിട്ട് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പോർട്ട് ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിന്റെ ആവശ്യമില്ല. നമ്മൾ സാധാരണ ഒരു ഫയലിനകത്ത് അതിന്റെ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യില്ല. ഞാൻ ഓട്ടോ കംപ്ലീഷൻ വരുമ്പോൾ കാണിച്ചു തരാം. ആപ്പ് എന്ന് അവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ കണ്ടോ, ഇമ്പോർട്ട് ആപ്പ് ഫ്രം ആപ്പ് എന്നാണ്. മീൻസ് ഇവിടെ എന്തില്ല, നേരത്തെ പറഞ്ഞ ആ ഒരു കേളി ബ്രേസ് ഇല്ല. കേളി ബ്രേസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒന്നും കൂടുതൽ സാധനങ്ങൾ ഉണ്ടെന്നായിരുന്നു മീനിങ്. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു കമ്പണന്റ് ഉണ്ടാക്കണം, ആപ്പ് കമ്പണന്റ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു റിയാക്ട് എന്ന് വെച്ചാൽ കമ്പണന്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ലെഗോ പീസുകൾ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കണ മാതിരി നമുക്ക് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. സുഖം എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പുതിയൊരു കമ്പണന്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കമ്പണന്റിന്റെ പേര് ഞാൻ എന്താണ് ഫംഗ്ഷൻ കാർഡ് എന്ന് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു HTML div ആയിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ H1 ആയിട്ട് കാർഡ് ടൈറ്റിൽ, ഒരു പാരഗ്രാഫ് ആയിട്ട് കാർഡ് കണ്ടന്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, എനിക്ക് ഇതിനെ ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കണം വിചാരിച്ചു. ഇതിനകത്ത് എനിക്ക് കാർഡ് ഉപയോഗിക്കണം, കാർഡ് എന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ കോഡ് പറഞ്ഞാൽ കണ്ടോ. ഇനിയിപ്പോൾ ഇത് 2 കാർഡ് ഉണ്ടെങ്കിലോ 2 പ്രാവശ്യം കാണാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ
ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കി ആ ഫംഗ്ഷൻ തിരിച്ചു തരുന്നത് ഒരു HTML ആണ്. ആ ഫംഗ്ഷന് പേര് കൊടുക്കുമ്പോൾ നമ്മളൊരു കൺവെൻഷൻ ഫോളോ ചെയ്യുന്നതാണ് ക്യാപിറ്റൽ വെച്ചിട്ട്. ഇപ്പൊ അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ കാർഡ് 1 എന്നാണ് ഇങ്ങനെ ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ നമ്മൾ അപ്പർ ക്യാമൽ കേസ് എന്ന് വിളിക്കുക. അതിലും വലിയ ഇഷ്യൂ ഒന്നും ഇല്ല, നിങ്ങൾക്ക് എന്താണെങ്കിലും ഉള്ളൂ. പക്ഷേ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ യൂഷ്വലി റിയാക്റ്റിലെ കമ്പണന്റുകൾ എന്ന് വിളിക്കാം. അപ്പോൾ കമ്പണന്റുകൾ സാധാരണ എന്താ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ പോലെ തന്നെ എഴുതാൻ പറ്റും. പക്ഷെ അവരെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് HTML മാതിരി ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ കമ്പണന്റുകളെ അവരുടേതായിട്ടുള്ള ഫയലുകളിലാണ് സേവ് ചെയ്തേക്കുക. അപ്പോൾ കണ്ടു ഇവിടെ app.jsxൽ ആപ്പ് എന്നുള്ള ഈ ഒരു കമ്പണന്റ് മാത്രമേ. നമുക്ക് കാർഡിന് എന്ത് ചെയ്യുവാണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ നമ്മൾ സാധാരണ കമ്പണൻസ് ഫോൾഡർ ആക്കിയിട്ട് അതിലാണ് കൊടുക്കുക കേട്ടോ. ഇവിടെ ഈ ഫോൾഡറിന് ഐക്കൺ മാറി കാണാം. അത് ഞാൻ മെറ്റീരിയൽ ഐക്കൺസ് മറ്റൊരു തീം ഐക്കൺ തീം ഉപയോഗിച്ചതാണ് VS Code. അത് ഉപയോഗിച്ച് നിങ്ങളതിൽ അങ്ങനെ കാണാം. കാർഡ് .jsx ഫയൽ ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ കാർഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ കാർഡ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ വിഷയമാവും. അത് കണ്ടോ, എറർ കാണാം, കാർഡ് നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ കാർഡ് ജസ്റ്റ് ഒന്ന് ഓട്ടോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ കമ്പണൻസ് നിന്ന് കാർഡിന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എത്ര കാർഡ് വേണമെങ്കിലും ഇതിൽ ഉണ്ടാക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബേസിക്കലി എന്താ പറഞ്ഞത്, ഒരു കമ്പണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻ തന്നെയാണ്. ആ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ, ഒന്നാമത് അതിന്റെ പേര് നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് അപ്പർ ക്യാമൽ കേസിൽ കൊടുക്കും. രണ്ടാമത് അത് തിരിച്ചു വരുന്നത് ഒരു HTML കോഡായിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റും. HTML കമ്പണന്റ് തന്നെ, അല്ലെ HTML എലമെന്റ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. കമ്പണൻസ് നമ്മൾ യൂഷ്വലി കമ്പണൻസ് ഉള്ള ഫോൾഡറിനകത്താക്കിയിട്ടാണ് കൊടുക്കാറ്. അതൊരു കൺവെൻഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ആപ്പ് പറഞ്ഞാൽ അതും ഒരു കമ്പണന്റ് ആണ്. അതിൻ്റെ ഉള്ളിലുള്ള എന്ത് ചെറിയ സാധനമായിട്ട് അതൊക്കെ ഒരു കമ്പണന്റ് ആണ്. പിന്നെ അടുത്ത ഇവിടെ നോക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ എല്ലാ കാർഡിനും ഒരേ ടൈറ്റിൽ തന്നെ അല്ലേ. നമ്മളിവിടെ ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ എന്ത് സുഖമായിരിക്കും. ഇപ്പോൾ ഞാൻ ടൈറ്റിൽ ഈക്വൽ ടു മൈ ടൈറ്റിൽ, കണ്ടന്റ് ഈക്വൽ ടു കണ്ടന്റ് 1. ഇത് വേണമെങ്കിൽ ഇത് ഞാൻ ടൈറ്റിൽ 1 എന്ന് കൊടുക്കാം കേട്ടോ. ടൈറ്റിൽ 1 ഇതൊക്കെ പോട്ടെ കേട്ടോ, രണ്ടെണ്ണം മാത്രം മതി നമുക്ക്. ഇപ്പോൾ രണ്ട് കാർഡ് ഉണ്ട്, രണ്ട് കാർഡിനും അതിൻ്റെതായിട്ടുള്ള ടൈറ്റിൽ കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, HTML നമ്മൾ ആട്രിബ്യൂട്ടുകൾ കൊടുക്കൂലേ, imgsrc ഈക്വൽ ടു ആട്രിബ്യൂട്ട് കൊടുക്കൂല, അതേമാതിരി കൊടുത്തതാണ്. ഇതെങ്ങനെ നമുക്ക് അപ്പുറത്ത് ഈ കാർഡിനകത്ത് ആക്സ് ചെയ്യാൻ നോക്കാം. ആക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു വാരിയബിളിനെ ഇൻപുട്ടായിട്ട് എടുത്താൽ മതി. വാരിയബിൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. നമുക്ക് തേങ്ങ എന്ന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ഞാൻ ഇവിടെ പ്രോപ്സ് എന്ന് കൊടുക്കുകയാണെ. പ്രോപ്സ് എന്നുള്ളതിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള മീനിങ്ങിൽ ആ പ്രോപ്സ് പറയുന്നത്. അപ്പോൾ പ്രോപ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിവിടെ പാസ് ചെയ്യുന്ന ഈ വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഈ വാല്യൂസ് ഒക്കെ ഈ പ്രോപ്സ് എന്നുള്ള ഒബ്ജക്റ്റിനകത്ത് കീ വാല്യൂ പാരായിട്ട്. ഫോർ എക്സാമ്പിൾ പ്രോപ്സ് ഇങ്ങനെ ആണെങ്കിൽ അത് ഒന്നാമത്തെ കീ എന്താ, ടൈറ്റിൽ. അപ്പോൾ ടൈറ്റിൽ എൻ്റെ വാല്യൂ ആയിട്ട് ഇവിടെ എന്താണ് നമ്മൾ വാല്യൂ എടുത്തത്, ടൈറ്റിൽ 1 ഇട്ടു. ഇനി കണ്ടന്റ് എന്നുള്ള കീ ആയിട്ട് ഇട്ടു. ഇതിന്റെ വാല്യൂ എന്താ, നമ്മൾ കണ്ടന്റ് 1. അത് ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ ബേസിക്കലി നമ്മൾ പ്രോപ്സ് എന്നുള്ള ഒരു വാരിയബിളിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ വാരിയബിളിലേക്ക് എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഇങ്ങനെ HTML-ലേക്ക് ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്ന മാതിരി പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ പ്രോപ്സിൽ കിട്ടും. അപ്പോൾ ആ പ്രോപ്സ് നമുക്ക് ഇതിനകത്ത്, ഇപ്പോൾ ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് തരാം. കൺസോൾ ഡോട്ട് ലോഗ് എന്ന് വെച്ചാൽ നമ്മളെ കൺസോളിലേക്കാണ് ഇട്ടില്ല. ഇവിടെ ഞാൻ പ്രോപ്സ് ഒന്ന് ലോഗ് ചെയ്ത് തരാം കേട്ടോ. ഇവിടെ കണ്ടോ, ഞാൻ പറഞ്ഞ സെയിം സംഭവം സംഭവിച്ചുണ്ടോ. ഇവിടെ നമ്മൾ എന്തായി, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പൈത്തണിൽ നമ്മൾ ഡിക്ഷണറി കളിക്കുന്ന സാധനം ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ആണ്. ഇതൊരു കീ വാല്യൂ പേരായിട്ട് നമ്മൾ ഇവിടെ പാസ് ചെയ്ത സാധനം ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ പാസ് ചെയ്ത സാധനം ഓരോ ഒബ്ജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതെങ്ങനെ ഇതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ പ്രോപ്സിലുള്ള ടൈറ്റിൽ കൊടുക്കണം എന്ന് വിചാരിച്ചു. ഇങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിപ്പോൾ HTML കോഡാണ്. ഇവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇപ്പോൾ പ്രോപ്സിന്റെ ടൈറ്റിൽ കിട്ടണം, നമ്മൾ സാധാരണ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ എന്ന് പറയാം. ഈ പ്രോപ്സിന്റെ കണ്ടന്റ് കിട്ടണമെങ്കിൽ സാധാരണ നമ്മൾ പ്രോപ്സ് ഡോട്ട് കണ്ടന്റ് എന്ന് പറയാം സാധാരണ. പക്ഷെ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ. കാരണം ഇതെന്താണ്, ഇതൊരു കോഡിന്റെ പാർട്ടാണെന്ന് തിരിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ മുമ്പിലും ശേഷം ഒരു കേർലി ബ്രേസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്താവും, അതിന് മീനിങ് മാറി, അത് കോഡിന്റെ പാർട്ടാണെന്നുള്ള മീനിങ്ങിലേക്ക് എത്തും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഒന്നാമത്തെ കാർഡിന് ടൈറ്റിൽ 1 കണ്ടന്റ് 1 ഇട്ട്, രണ്ടാമത്തെ കാർഡിന് ടൈറ്റിൽ 2 കണ്ടന്റ് 2. ബേസിക്കലി എന്താ സംഭവിച്ചത്, നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്പണന്റ് ഉണ്ടാക്കി. കമ്പണന്റ് വെച്ചാൽ എന്താ, ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ നമ്മൾ സെപ്പറേറ്റ് ഫയലിലാക്കി കൊടുക്കും. ഫംഗ്ഷന്റെ പേര് നമ്മൾ അപ്പർ ക്യാമൽ കേസിൽ കൊടുക്കും. രണ്ടാമത്തത് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രോപ്പർട്ടീസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് അവിടെ ഉപയോഗിക്കണമെങ്കിൽ പ്രോപ്സ് എന്നുള്ള പേര് കൊടുത്താണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ, പ്രോപ്സ് ഡോട്ട് കണ്ടന്റ് അങ്ങനെ എടുക്കാൻ പറ്റും. ഇതിനെ കുറച്ചും കൂടെ ഷോർട്ട് ആക്കി നമുക്ക് വെറും ടൈറ്റിലും കണ്ടന്റും മാത്രമായിട്ട് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ അകത്തുനിന്ന് ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ എടുക്കും, പ്രോപ്സ്. ഓക്കെ, ഈ പ്രോപ്സ് എന്നുള്ള ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ വാരിയബിളിലേക്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അതിന്റെ ടൈറ്റിൽ കിട്ടുന്ന ടൈറ്റിൽ കൊടുക്കും, അതിന്റെ കണ്ടന്റ് കിട്ടുന്ന കണ്ടന്റ് കൊടുക്കും. അപ്പോൾ ബേസിക്കലി എന്ന് വെച്ചാൽ പ്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താ, ഇത് ബേസിക്കലി ഇവിടെ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു സാധനം, ടൈറ്റിലും ഉണ്ട് കണ്ടന്റും ഉണ്ട്.
അപ്പോൾ അത് രണ്ടും കീ വാല്യൂ പെയർ ആയിട്ടുണ്ടാവുക. അത് നമുക്ക് ജസ്റ്റ് വേരിയബിളിലേക്ക് കിട്ടണമെങ്കിൽ ടൈറ്റിൽ എന്നുള്ള വേരിയബിളിലേക്ക് കണ്ടന്റ് എന്നുള്ള വേരിയബിളിലേക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്ത് എടുത്തു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നേരെ പറയാൻ പറ്റും ടൈറ്റിൽ കണ്ടന്റ്. അപ്പോൾ കുഴപ്പമില്ല. ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്ത് ഒരു പ്രോപ്സ് എന്നൊക്കെ വേരിയബിൾ ഒക്കെ ഉണ്ടാക്കി ചെയ്യുന്നതിന് പകരം നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ അങ്ങോട്ട് കൊടുത്താൽ മതി. കുറച്ചും കൂടെ എളുപ്പമായില്ലേ, സാധനം എളുപ്പമായില്ലേ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര കമ്പണന്റ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കമ്പണന്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ കമ്പണന്റ്സിന്റെ ഫോൾഡറിനകത്താക്കിയിട്ട് കൊടുക്കാം. അല്ലാണ്ടൊക്കെ കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, app.jsx തന്നെ ഈ കാർഡിന് ഇങ്ങോട്ട് എടുത്ത് എന്ത് ചെയ്താൽ മതി, ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് പിന്നെ എക്സ്പോർട്ട് ഒന്നും വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. സാധനം വർക്ക് ചെയ്യും, വേറൊന്നുമില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ പറഞ്ഞു ലൈബ്രറി ആണ്, റിയാക്ട് ലൈബ്രറി ആണ്, ഫ്രെയിം വർക്ക് ഒന്നുമില്ല. നമുക്ക് തോന്നിയ പോലെ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധനം വർക്ക് ചെയ്യും. ബട്ട് നമ്മളിങ്ങനെ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കോഡ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും. നമ്മൾ വലിയ കമ്പനിയിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ആർക്കിടെക്ചർ ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ചെയ്യാൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ അതിന് പറഞ്ഞതാണ് കോഡ് കുറച്ചും കൂടെ വൃത്തി ഉണ്ടാവാനായിട്ട്. അപ്പോൾ കമ്പണൻസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും.